മഹാകാളിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരാളുടെ ഒരു കഥയാണ് പറയുന്നത്. അത് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നതാണ്, ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ഒരു കല്യാണം കഴിച്ചു, ഡിവോഴ്സായി, അങ്ങനെ സിംഗിളായിട്ട് ജീവിക്കുന്ന ആളാണ്. ഭർത്താവായിട്ട് ഒരുപാട് വഴക്കുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു കല്യാണ സംബന്ധമായിട്ട്. കാരണം ഇവരുടെ കുറേ പൈസയൊക്കെ അയാൾ പറ്റിച്ചെടുക്കുകയും അങ്ങനെ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഇവർക്ക് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ആ വിവാഹമോചനം ഒക്കെ നടന്നത്. അപ്പോൾ അയാൾ വേറെ കല്യാണം കഴിച്ച് പോയി. പക്ഷേ ഈ തർക്കങ്ങൾ ഒരുപാട് നടന്നുകൊണ്ട് അപ്പോൾ ഇവർക്ക് നല്ല ജോലിയുമുണ്ട്, ഇവരുടെ ഒരുപാട് പൈസകളും കാര്യങ്ങളൊക്കെ അയാൾ കൈക്കലാക്കുകയും ചെയ്തു. ഓരോ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ വിവാഹമോചനം നടന്ന സമയത്ത് ഇയാൾ ഈ സ്ത്രീയോട് പറഞ്ഞു, ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കാനായിട്ട് നിന്നെ ഞാൻ സമ്മതിക്കില്ല, കല്യാണം കഴിക്കണമെന്ന് നീ മോഹിക്കണ്ട എന്ന് ഒരു വാക്കും പറഞ്ഞിട്ടാണ് അയാൾ പോയത്. അപ്പോൾ ഇവർ പക്ഷേ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കല്യാണം വേറെ കഴിക്കാമല്ലോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അത്രയും പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ അവർ വിദേശത്ത് പോയി അവരോട് ജോലിയെല്ലാം ചെയ്ത് അവർ പക്ഷേ നടക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, നടുവേദന, പുറം വേദന, കഴുത്ത് വേദന, പിന്നെ ഈ നെഞ്ചിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സംഭ്രമങ്ങൾ, അൺവാണ്ടഡ് തോട്ട്സ് വരിക. ഇവർ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളൊരു ലേഡിയാണ്, പക്ഷേ ഇവരുടെ ഫേസ് എല്ലാം കറുത്ത കളർ പോലെ, കംപ്ലീറ്റ് ഇങ്ങനെ കറുപ്പ് രാശി ഇങ്ങനെ ഈ കവിളത്തും നെറ്റിയിലെല്ലാം വന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം തോന്നിക്കുന്ന പോലെയായി. പിന്നെ ആളുകളോട് ഇവർ തല്ലുപിടിക്കുക, കൂടെ ജോലി ചെയ്യുന്നവരോട് തല്ലുപിടിക്കുക. ഇവർക്ക് തന്നെ തോന്നുകയാണ് എന്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ തല്ലുപിടിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തകളും ഇവർ വന്നു തുടങ്ങി. അപ്പോൾ ഇവർ എവിടെയൊക്കെയോ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ അവർ കൺസൾട്ട് ചെയ്ത് പോയി, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പൂജയും വഴിപാടുമൊക്കെ ചെയ്തു, പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പരിപാടികളൊക്കെ ചെയ്തു നിൽക്കുന്ന സമയത്താണ് എൻ്റെ വീഡിയോ കാണുന്നത്. ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് 6 മാസം മുന്നേ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അവർ ഇതുപോലെ എൻ്റെ അടുത്ത് വന്നു, വീഡിയോ കോളിൽ വന്നു, അവിടെ നിന്ന് വിദേശത്ത് നിന്ന് വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മഹാകാളിയിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം, ശത്രുബാധയായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിലധികം ബാധകൾ നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്ര വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന പോലെയാണ് എൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്കത് ബോധ്യമായി. അങ്ങനെ മഹാകാളി ഹീലിംഗ് ചെയ്തു. ഫസ്റ്റ് ഹീലിംഗിൽ തന്നെ അവർക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ വന്നു, ഭയങ്കര റിലീഫ്. അതായത് ആ എനർജി കംപ്ലീറ്റ് അവരുടെ ബോഡിയിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്തെടുത്തപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തോന്നി എന്നുള്ളതാണ് അവർക്ക്. പിന്നെ അവർക്കത് ഒരു ഹാപ്പിനെസ്സിലേക്ക് വന്നു. പിന്നെ അവരുടെ ശരീരത്തിൽ കുറച്ച് കൈവിഷത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഞാനൊരു സെറ്റിംഗ് കൂടി അവർക്ക് ചെയ്തു കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സെറ്റിംഗ് കൂടി ചെയ്തു കൊടുത്തു. കാരണം സാധാരണ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെറ്റിംഗ് വളരെ അപൂർവം കൊടുക്കാറുള്ളൂ. ചിലപ്പോൾ 1-2 സെറ്റിങ്ങുകൾ വീണ്ടും ചെയ്യേണ്ട വരും, കാരണം അത്രയധികം കാര്യങ്ങളുണ്ടാവും. പിന്നെ വീണ്ടും ഈ ആൾ വെറുതെ ഇരിക്കില്ല, അയാൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഈ ബ്ലാക്ക് മാജിക്ക് വീണ്ടും മുകളിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു വിഷയമാണ്, കാരണം സ്ഥായിയായി ശത്രുവുള്ള ഒരാൾക്ക് എപ്പോഴും ഈ ബാധകൾ വന്നുകൊണ്ടിരിക്കും. അതിനെ തുടക്കാനായിട്ട് നമുക്ക് മാർഗ്ഗമൊന്നുമില്ല. രക്ഷകളുണ്ടാക്കി ധരിക്കുക, അല്ലെങ്കിൽ ചരട് കെട്ടുക, അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ ഏലസ് ധരിക്കുക എന്നൊക്കെ പറയും. പക്ഷേ അതൊരു പരിധി വരെ സംരക്ഷണമുള്ളൂ. ശക്തിയുള്ള സാധനം വന്നെങ്കിൽ അതൊന്നും ഒരു രക്ഷയില്ല. അതിൻ്റെയൊക്കെ മുകളിൽ കൂടി സാധനം കയറി ആ രക്ഷ വരെ കിട്ടുന്ന സാധനം വരെ നെഗറ്റീവായി പോകും. എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഞാനതൊന്നും സജസ്റ്റ് ചെയ്യാറുള്ള ആൾക്കാരുടെ അടുത്ത്, നിങ്ങൾ മന്ത്രജപങ്ങൾ ചെയ്യുക, ഡെയിലി സാധനങ്ങൾ ചെയ്യുക, അതിൻ്റെ പവർ മറ്റേ കിട്ടില്ല. ഈ മന്ത്രജപത്തിലൂടെ നിങ്ങൾ ഡെയിലി സാധനങ്ങളിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓറ എപ്പോഴും നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, നല്ല എനർജി ആയിരിക്കും നിങ്ങളുടെ ഓറയിൽ. ആ ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ഓറയിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഈ വന്നു കഴിഞ്ഞാൽ ഈ ബാധകൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് എൻ്റർ ആവാൻ പറ്റില്ല, അതവിടെ പുറത്ത് വെളിയിൽ കാത്തുക്കും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഇത് നിർത്തുകയോ നിങ്ങൾ മെൻ്റലി എമോഷണലി വീക്കാവുകയോ ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ മേത്തോട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ ഇവർക്ക് രണ്ടാമത് ഞാൻ ഹീലിംഗ് ചെയ്ത് കൊടുത്തു. അതിലവർക്ക് വീണ്ടും നല്ല മാറ്റങ്ങളിലേക്ക് വന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ബാധകൾ വന്നവർ ശരീരത്തിൽ പിടിച്ചിട്ട് കുറേ കാലങ്ങളായിട്ട് ഇരിക്കുന്നതുകൊണ്ടും ശാരീരികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക്, പ്രയാസങ്ങളൊക്കെ അവർക്ക് വരികയുണ്ടായി. അപ്പോൾ അതിന് വേണ്ടുന്നതായ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളോ മർമ്മ സംബന്ധമായ ചികിത്സകളോ കാര്യങ്ങളോ ചെയ്യണം. അപ്പോൾ അതിന് നാട്ടിൽ വരുന്ന സമയത്ത് അത് ചെയ്യുക. അത് ചെയ്തത് ആ രോഗം നമുക്ക് ഫിസിക്കൽ ലെവലുള്ളത് മാറ്റുക.
പിന്നെ എന്ന് പറഞ്ഞാൽ മഹാകാളി ഹീലിങ്ങിൽ ഫിസിക്കൽ ലെവലിലുള്ള ഹീലിംഗ് നമ്മൾ ചെയ്യാറില്ല. ഈ നെഗറ്റീവ് എനർജിനെ മാറ്റുമ്പോൾ കിട്ടുന്ന ഫിസിക്കൽ ബോഡിയിലുള്ള ഒരു ഹീലിംഗ് നാച്ചുറലായിട്ട് വരുന്നത് അത് മാത്രമാണ് നമ്മളിവിടെ പറയുള്ളൂ. ഹീലിംഗ് ചെയ്യാൻ സാധിക്കും, പക്ഷേ അത് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് അത്രയും സമയങ്ങൾ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് എടുക്കാറില്ല. പക്ഷേ റെക്കി ഹീലിങ്ങിലൂടെ വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയ ഡെയിലി ഹീലിങ്ങിലൂടെ വേണമെങ്കിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ക്ലയൻറ്റ് റെക്കി സ്വന്തമായിട്ട് പഠിച്ചിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്താലും ആ മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പക്ഷെ അതിന് നമുക്കൊരു വിശ്വാസം വേണം, കൃത്യമായ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. ആ ഒരു 45 മിനിറ്റ് ഡെയിലി ഹീലിംഗ് നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വരില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഒരു മടി നമ്മളിലോട്ട് കയറി വരികയും നമ്മളത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ അത് പിന്നെ ആളെ ചെയ്യാം, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാമെന്നൊക്കെ മാറ്റി വെക്കും നമ്മളത്. അതിന് പ്രാധാന്യം കുറയും. കാരണം നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയി ബെറ്റർ ആയി കഴിയുമ്പോൾ നമ്മളത് നിർത്തിക്കളയും. നിർത്തരുത്, നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഏത് സാധനയിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. സാധന തന്നെ കുറേ ഒരു 10-25 കൊല്ലമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കഴിയുമ്പോൾ മടുപ്പ് വരുന്നു, ഇനി വേണ്ട ചെയ്യണ്ട. അപ്പം നമ്മൾ ആ നേരത്തായിരിക്കും വേറൊരാൾ പറയണത് അവിടെ ഇന്ന സാധനമുണ്ട്, വേറൊരു സാധന രീതിയുണ്ട്, ഇതവിടെ നിർത്തും, അങ്ങടേക്ക് പോകും. നമ്മൾ ജനറലായിട്ട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവരോട് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അവർക്ക് ഒരു ഹീലിംഗ് കൂടി, ഫിസിക്കൽ ലെവലിലുള്ള ഹീലിംഗ് കൂടി ഞാൻ ചെയ്തു കൊടുത്തായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി അവർക്ക് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അവർ ഇതുപോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ അങ്ങനെ എന്തെങ്കിലും ചികിത്സയിലൂടെ അത് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവർക്ക് ആ ഒരു എനർജിയിലേക്ക് എത്താൻ പറ്റും. പൂർണ്ണമായിട്ടും അവർക്കെല്ലാം വിശ്വാസമുണ്ട്. അപ്പോൾ ഞാനിത് ഈ കഥ പറയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ നിങ്ങൾക്ക് സ്ഥായിയായിട്ടൊരു ശത്രു ഉണ്ട്, ഓൾറെഡി അയാൾ വെല്ലുവിളിച്ച് പോയേക്കല്ലേ ഇയാൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത്. പക്ഷേ അപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും, കുറേ നമ്മൾ ഫൈറ്റ് ചെയ്ത് പോകേണ്ടി വരും. കാരണം സ്ഥായിയായിട്ട് നമ്മളൊരു ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം നമ്മളൊരു എനിമീനെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു മിതമായ രീതിയിൽ സംസാരിക്കുക, ഒരാളെ ഒരുപാട് കയറി അറ്റാക്ക് ചെയ്യാതിരിക്കുക, അല്ല ഹർട്ട് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ശത്രുത്വം ഉണ്ടാകാനുള്ള കാരണങ്ങൾ. കാരണം അവൻ്റെ ഉള്ളിലോട്ട് ഇത് ചെന്ന് കഴിഞ്ഞാൽ അത് ഇടക്കിടക്ക് ഇങ്ങനെ പൊത്തി വരും. എന്നാലും അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ല, അപ്പോൾ ദേഷ്യം വരും. ആ ദേഷ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ദേഷ്യത്തിൽ കൂടെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് കർമ്മങ്ങൾ ചെയ്യിക്കാനാണ് തോന്നുന്നത്. എന്നാൽ ചീത്ത പറയുകയാണെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൂടി ചീത്ത പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ്. ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. എളുപ്പമല്ല, ആദ്യം കേൾക്കുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ദേഷ്യം വരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് പോയാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ നോക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.